രണ്ടാമത്തെ അല്ലേ, ആദ്യത്തെ നമ്മളെടുത്ത് രണ്ടാമത്തെ ഇത് ചെയ്യാനുണ്ടല്ലോ അല്ലയോ. ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഉച്ചഭക്ഷണത്തിന് പുറമെ ഞങ്ങൾ സായാഹ്ന ഭക്ഷണവും അതുപോലെ തന്നെ പ്രഭാത ഭക്ഷണവും ഞങ്ങളുടെ കുട്ടികൾക്ക് നൽകി വരികയാണ്. രാവിലെ പല കുട്ടികളും ഭക്ഷണം കഴിക്കാതെ ആണ് സ്കൂളിൽ വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് പ്രഭാത ഭക്ഷണ പരിപാടി ഞങ്ങൾ ആരംഭിച്ചത്. ആരോഗ്യകരമായ ഭക്ഷണശീലം ഞങ്ങളുടെ കുട്ടികളെ വളർത്തിയെടുക്കാനും പോഷക സമ്പന്നമായ നാടൻ ഭക്ഷണത്തോട് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ആവിയിൽ പുഴുങ്ങിയ നാടൻ ഭക്ഷണ വിഭവങ്ങളാണ് അവർക്ക് നൽകുന്നത്. ഇലയപ്പം, കിണ്ണത്തപ്പം, തെരളി, കൊഴക്കട്ട തുടങ്ങിയ വിഭവങ്ങളാണ് നമ്മൾ സായാഹ്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ ക്ലാസ്സിൽ നിന്ന് തുടങ്ങാം. ഈ വർഷം പല കുട്ടികളും പ്രഭാത ഭക്ഷണം കഴിക്കാതെ വരുന്ന ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുകയും ഈ വർഷം പ്രവൃത്തി ദിവസം ആഴ്ച 6 ദിവസവും പ്രഭാത ഭക്ഷണം ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അതിൻ്റെ ഫണ്ടുകൾ സമാഹരിക്കുന്നത് PTA-യും SMC-യും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളും ഉൾപ്പെടെയാണ്. ടീച്ചറെ കൊടുക്കട്ടെ നമ്മളെ തിരഞ്ഞു വേണ്ടേ, കട്ടൻ കാപ്പി ആയിരിക്കും വേണ്ടേ. ഇന്ന് പ്രഭാത ഭക്ഷണം എല്ലാവരും കഴിച്ചായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഉച്ചയൂണോ? നല്ലായിരുന്നു. രാവിലെ 9-ന് പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഊണ്, വൈകിട്ട് 3 മണിയോടെ ആവിയിൽ ബന്ധ പലഹാരങ്ങളും കട്ടൻ കാപ്പിയും. പലഹാരത്തിന്റെ മണം ഉയരുമ്പോൾ കുട്ടികളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടരും. ഇന്ന് നമുക്ക് കട്ടൻ ചായയും തെരളിയും തന്നു, കിണ്ണത്തപ്പം തന്നു. പ്രഭാത ഭക്ഷണം രാവിലെ തരുന്നുണ്ട്. രാവിലെ ഇഡലിയും സാമ്പാറും ഉപ്പുമാവും എല്ലാം ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളതാണ്. വിദ്യാർത്ഥികളിൽ ചിലർ പ്രഭാത ഭക്ഷണം കഴിക്കാതെയാണ് സ്കൂളിലെത്തുന്നതെന്ന തിരിച്ചറിവിൽ നിന്നാണ് 3 നേരവും ഭക്ഷണം നൽകാനുള്ള തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയത്. ആ ക്ലാസ്സിൽ നമുക്ക് 5ാം ക്ലാസ്സിൽ കൊടുക്കും. അധ്യാപകരും പാചകത്തൊഴിലാളികളും PTA ഭാരവാഹികളും ചേർന്നാണ് 3 നേരവും ഭക്ഷണം തയ്യാറാക്കുന്നത്. ക്യാമറമാൻ ഷാനവാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.